അപ്പോൾ ഗൈസ് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ഞങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഗൈസ് നമ്മൾ ചെയ്യണം കേട്ടോ. ഗൈസ് അങ്ങനെ അരിങ്ങാനൊക്കെ ബോയിൽ കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ചോപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ചിക്കൻ ഓരോന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. നമ്മൾ സ്റ്റഡ് എടുക്കണം, ജസ്റ്റ് ക്യൂബായിട്ട് കട്ട് ചെയ്യാട്ടോ നമ്മൾ ഫ്രൈഡ് റൈസ് ഇടണം കേട്ടോ. അതുപോലെ നന്നായിട്ട് നമ്മൾ ഓരോരോ പീസസ് നന്നായിട്ട് ഫ്രൈ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ വേറൊരു പാൻ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ എടുക്കാം കേട്ടോ. അങ്ങോട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം നമുക്ക് ഗൈസ്. അങ്ങനെ നേരെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് സോട്ടായി വരട്ടെ. അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങോട്ടേക്ക്. നന്നായിട്ട് ജസ്റ്റ് മൊത്തം കുക്കാവാൻ വേണ്ട, ജസ്റ്റ് ഒരു 70% കുക്കായാൽ മതി കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ഗൈസ്. ഫ്രൈഡ് റൈസിൽ മെയിനായിട്ട് എന്ന് വെച്ചാൽ മിക്സിങ്ങിലാണല്ലോ അതിൻ്റെ മെയിൻ ടേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഗൈസ്. നന്നായിട്ട് നമ്മുടെ മസാല അപ്പോൾ കുറച്ച് നമ്മുടെ പെപ്പർ പൗഡറും അതുപോലെ തന്നെ റൈസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ച് സോയാ സോസും കാര്യങ്ങളൊക്കെ കഴിച്ചു കൊടുക്കാം ഗൈസ്. ജസ്റ്റ് കളർ വേണ്ടിയിട്ടാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ടോപ്പിങ്സ് ആയിട്ട് നമ്മൾ മല്ലിയിലും കൂടി ചോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് അടുത്തൊരു വീണ്ടും കാണാം ഗൈസ്. അതുവരെ ബൈ.